അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആഴ്ചകളായി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ ഉടനെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നിരന്തരം പറയുകയുണ്ടായി, ഞങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് തിരുത്തേണ്ടത്, ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്നും പരിഹരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്നൊക്കെ പറയുകയുണ്ടായി. പറയുന്നതല്ലാതെ ഏതായാലും കാര്യങ്ങളിലേക്ക് കടന്ന് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഇതിന്റെ ഇടയിലെ കല്ലുകടി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ MP ഗോവിന്ദനും മറ്റ് പാർട്ടിയുടെ അത്ര വലിയ പ്രാധാന്യം അർഹിക്കാത്ത പലരും ഒക്കെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് എന്താണ് തെറ്റുപറ്റിയതെന്ന് ഞങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആഴ്ചകളോളമായി ഇവർ പരിശോധനയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. റിസൾട്ട് അറിഞ്ഞിട്ട് ആഴ്ചകളോളമായി പരിശോധനയിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പരിശോധനാ ഫലം പുറത്തു പറയേണ്ടി വരും. പുറത്തു പറയുമ്പോൾ അത് വലിയൊരു ബോധത്തിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വരും. അവർ ഇവിടെ ചില വിഭാഗങ്ങളോട് മാപ്പ് പറയേണ്ടി വരും, മാപ്പ് ചോദിക്കേണ്ടി വരും. ഇവർ സത്യത്തിൽ സംഘപരിവാരങ്ങൾ പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളും ഇവർ മുസ്ലിം സമൂഹത്തിനെതിരെ പറയുകയുണ്ടായി. അതാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലൊന്ന്. മറ്റൊരു കാരണമുണ്ട്, പ്രധാന കാരണം. ആ കാരണവും ഞാൻ പറയാം. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്നൊക്കെയാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അവർക്ക് ഭരണത്തിന്റെ സുഖവും ആനുകൂല്യങ്ങളും പിന്നീട് കിട്ടിയേക്കാവുന്ന പെൻഷനും സാമ്പത്തിക ലാഭവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇതിനെ കൊണ്ടുപോയാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങളും ചെയ്തികളുമെല്ലാം മുതലാളി വർഗത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു രീതിയിലാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇവർ വഴിനീളെ ക്യാമറ നാട്ടിയിരിക്കുന്നു. ക്യാമറ എന്തിനാണ് ക്യാമറ നാട്ടിയിരിക്കുന്നത്? ഗതാഗത നിയമ ലംഘനം കണ്ടാൽ ഉടനെ പിഴ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഗതാഗത നിയമ ലംഘനങ്ങള് ഉന്നതന്റെ വണ്ടികൾക്കില്ല. ഉന്നതന്മാരുടെ വണ്ടികൾക്ക് പിഴ വന്നാൽ തിരുവനന്തപുരത്ത് ഇതിന്റെ സെർവറിൽ നിന്നും അവരെ നീക്കം ചെയ്യും. ഒരു പള്ളിയിൽ അച്ഛൻ, അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ടാണ് കാർ ഓടിച്ചിരുന്നത്. പക്ഷേ സീറ്റ് ബെൽറ്റിന്റെ നിറവും അച്ഛന്റെ ലോഹയുടെ നിറവും ഏതാണ്ട് ഒരുപോലെ വന്നപ്പോൾ ഈ അച്ഛൻ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന രീതിയിൽ ക്യാമറ ക്യാച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ ക്യാമറ ക്യാച്ച് ചെയ്തപ്പോൾ അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്ന് അച്ഛന് ഉറപ്പുണ്ട്. അച്ഛൻ തിരുവനന്തപുരത്ത് അച്ഛന് കണക്ഷനുള്ള പാർട്ടിയിലെ ഉന്നതന്മാരെ വിളിച്ചു. അങ്ങനെ ഉന്നതന്മാർ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് വിശദമായിട്ട് ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന് ബോധ്യമായി. ഉടനെ ഉന്നതന്മാർ അച്ഛന് വിളിച്ചു, അച്ഛൻ പിഴയടക്കേണ്ടതില്ല, അത് ഇവിടുന്ന് സെർവറിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. ഈ ആനുകൂല്യം പാവപ്പെട്ടവന് ലഭിക്കുമോ? ഒരു ടെമ്പോ ഓടിച്ചുകൊണ്ട് കിടക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുമോ? ഒരു ഓട്ടോക്കാരന് ലഭിക്കുമോ? എന്റെ ചോദ്യം അതാണ്. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ ഉന്നതന്മാരുടെ വാഹനങ്ങൾക്കെല്ലാം ലഭ്യമാകുമ്പോൾ പാവപ്പെട്ടവൻ ഇതിൽ കുടുങ്ങുകയാണ്. റോഡിൽ പരിശോധനയ്ക്ക് നിൽക്കുന്ന പോലീസുകാർ ഉന്നതന്മാരുടെ വണ്ടി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ വന്നാൽ അവർ തിരിഞ്ഞു നിൽക്കും, മാറി നിൽക്കും, കൈ കാണിക്കില്ല. അതേസമയം പാവപ്പെട്ടവൻ ഓടിക്കുന്ന ഒരു വാഹനം വന്നാൽ അതിനെ കൈ കാണിക്കുകയും അതിനില്ലാത്ത 100 കൂട്ടം ഒഫൻസുകൾ നിരത്തി അവർക്ക് ഭീമമായ തുക പിഴയടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടു നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ആലുവടുത്ത് കുട്ടമ്പശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈക്കിൽ കവച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആലുവ ഭാഗത്തുനിന്ന് വന്നിട്ട് കുട്ടമശ്ശേരിയിൽ സൈഡ് ഒതുക്കി നിർത്തി ആർക്കോ ഫോൺ ചെയ്യുകയാണ്. അതുവഴി വന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വാഹനം, ആ വാഹനം അവിടെ നിർത്തി അല്പം മാറ്റി നിർത്തി വെച്ചു. യൂണിഫോം അണിഞ്ഞ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് ഇയാളുടെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റും സൈലൻസറും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് 7500 രൂപ പിഴ അയാളുടെ ഫോണിൽ ഉടനെ വന്നു. അയാളുടെ ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്ത് ആ പിഴ ചാർത്തിയപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. 7500 രൂപയാണ് എന്നാണ് ആ ബൈക്കിന്റെ ഉടമ എന്നോട് പറഞ്ഞത്. സൈലൻസർ, ഹെഡ്ലൈറ്റിന്റെ ഫ്രണ്ടിലൊരു മുത്തി പോലുള്ള ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്.
ബുള്ളറ്റാണ് വാഹനം, ബുള്ളറ്റിന്റെ കമ്പനി ആ കൊടുക്കുന്ന സൈലൻസർ അല്ലാതെ അത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് എന്നാണ് ഈ 7,500 രൂപ ഫൈൻ അടിക്കാനായിട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർ കണ്ടെത്തിയ ന്യായം. ഞാനൊന്ന് ചോദിക്കട്ടെ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് വിൽക്കുന്ന കടകൾ എല്ലാ ടൗണിലുമുണ്ട്. ഔദ്യോഗികമായിട്ട് നടത്തുന്ന കടകൾ, സർക്കാരിന് നികുതി കൊടുത്തുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കടകൾ. ഈ കടകളിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ച് ഫിറ്റ് ചെയ്തപ്പോൾ അതെങ്ങനെ കുറ്റകൃത്യമാവുന്നത്? അത് കുറ്റകൃത്യമാണെങ്കിൽ അത്തരം സാധനങ്ങൾ വിൽക്കാൻ അനുമതി കൊടുക്കാതിരിക്കുക. ഇതതില്ല. സർക്കാർ എന്തെല്ലാം ചെയ്തിട്ട് പണം സമ്പാദിക്കാൻ പറ്റുമോ അതെല്ലാം സമ്പാദിക്കുകയും അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെ ചാട്ടവാറിനടിക്കുകയും ചെയ്യുന്ന ഈ നയം കൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിന് ഇത്ര വലിയ ഭീകരമായ പരാജയത്തിലേക്ക് പോകാൻ ഇടയാക്കിയ കാരണം. പാവപ്പെട്ടവന് ഒരു 500-600 രൂപ കൂലി കിട്ടുന്ന ഒരു ജോലിക്ക് പോകുന്ന ഒരു ബൈക്കുകാരന് അവനെ തടഞ്ഞു നിർത്തും, 1000-2000 പിഴയടിക്കും. ഒന്ന് ആലോചിച്ചു നോക്കണം. അവന്റെ വീട്ടിലെ അവന്റെ ഭാര്യ, മക്കള്, ഇവരാരും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും നയവും എങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആയതുകൊണ്ട് നിങ്ങൾ തിരുത്തിയാൽ ഞങ്ങൾക്കൊന്നും പോകാനില്ല. നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് മന്ത്രിയാകാം, MLA ആകാം, MP ആകാം, മുഖ്യമന്ത്രിയൊക്കെയായി വലിച്ചെടുക്കാം, ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമ്പാദിക്കാനൊന്നുമില്ല. ഞങ്ങൾ പണിയെടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം. ഇത് നിലവിൽ സമ്പന്നന് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞു. ഓരോ പിടിക്കപ്പെടുന്നവന്റെയും ഓരോ പിഴ അടയ്ക്കുന്നവന്റെയും അവന്റെ കുടുംബം, അവന്റെ കൂട്ടുകുടുംബം, അവന്റെ സുഹൃത്ത് വലയം ഇതെല്ലാം ഈ പാർട്ടിക്ക് എതിരെ തിരിയും. ആയതുകൊണ്ട് പാർട്ടി നല്ല രീതിയിൽ വളരണമെങ്കിൽ, നല്ല രീതിയിൽ ജയിച്ചു കയറണമെങ്കിൽ വഴിയിൽ നാട്ടിയിട്ടുള്ള സകല ക്യാമറകളും അഴിച്ചു മാറ്റുക. പാവപ്പെട്ടവനെ തെരുവിൽ വേട്ടയാടുന്ന പരിപാടി അവസാനിപ്പിക്കുക. ഇത് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റും. അപ്പോൾ ഈ ഇടത് സർക്കാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ കാരണം ഈ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്, 2ാം ഭാഗമാണ്. 3ാം ഭാഗം ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ മുസ്ലിങ്ങളെ ശത്രുവായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് UDF-ലേക്ക് മാറി എന്നുള്ളത് ഉറപ്പാണ്. ആയതുകൊണ്ട് മുസ്ലിം വിദ്വേഷം, മുസ്ലിം വെറുപ്പ് അവസാനിപ്പിക്കുക, മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ആയതുകൊണ്ട് ഈ വീഡിയോയിലൂടെ തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.